അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് എനിക്കങ്ങ് ഭയങ്കര നീറ്റല്. എനിക്ക് പിന്നെ രാത്രിയൊക്കെ എനിക്കങ്ങ് ടെൻഷൻ. ഒന്നാമത് മുഖമാണ്. നാളെ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും എനിക്കതൊന്നും ഒരു വിഷയമില്ല. ഞാൻ മാക്സിമം ഇതിനെതിരെ പ്രതികരിക്കും. അപ്പൊ എനിക്ക് ഇന്നാണ് ഇപ്പം അത്യാവശ്യം ബെറ്റർ ആയിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് പോലും ഇന്നാണ്. ഇവരെന്നിട്ട് ചെന്നിട്ട് നമ്മളെ കൊണ്ട് ബലമായിട്ട് റിവ്യൂസ് എഴുതിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് കൊല്ലത്താണ്. ആരോഗ്യം, ശുചിത്വം, സൗന്ദര്യം എന്നീ 3 കാര്യങ്ങൾക്ക് സമയവും പണവും ചിലവാക്കുന്ന ആളുകളാണ് പൊതുവെ മലയാളികൾ. നമ്മുടെ നാട്ടിൽ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധിയായ ബ്യൂട്ടി പാർലറുകൾ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഭാഗമായി പൊട്ടിമുളച്ചു വരികയാണ്. അവർ നിരവധിയായ ഓഫറുകളാണ് ആളുകൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഓഫറുകളിൽ വീണുകൊണ്ട് നമുക്ക് പലപ്പോഴും പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അത്തരത്തിൽ അബദ്ധം പറ്റിയ ഒരു വ്യക്തിയാണ് കൊല്ലം സ്വദേശിയായ ദിവ്യ. ആ ദിവ്യയാണ് വാർത്ത 24 ഉള്ളത്. അപ്പോൾ എന്താണ് ദിവ്യക്ക് സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഞാനിങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് അവിടെ ഞാനൊരു ആഡ് കാണുകയുണ്ടായി. അപ്പോൾ ആഡ് കണ്ട എനിക്കൊരു ഹൈഡ്രാ ഫേഷ്യലിനെ കുറിച്ചിട്ടായിരുന്നു. സാധാരണ നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒരു 1500 രൂപയ്ക്കെന്ന് കേട്ട സമയത്ത് നമുക്ക് അത് എന്താണ് എന്നൊന്ന് തിരക്കണമെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്തു. അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചത് ഫസ്റ്റ് എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എന്താണ് ഹൈഡ്രാ ഫേഷ്യൽ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ്, അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ പോകാൻ തീരുമാനിക്കുന്നത്. സാധാരണ ഒരു ഹൈഡ്രാ ഫേഷ്യൽ എത്ര രൂപ വാങ്ങും നിങ്ങളുടെ ഒരു അറിവനുസരിച്ച്? അത്യാവശ്യം നല്ല റേറ്റ് ആണെന്ന് അറിയാം. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റേറ്റിന് അതിവിടെ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് അല്ല ഇവര് അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴും അവരുടെ ആഡ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫേഷ്യൽ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇവർ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അപ്പൊ അത് പറയുന്നില്ല, അവർ പറയുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു. കാരണം ചെന്ന സമയത്ത് ഇവര് പറഞ്ഞു, മാം ഇത് ഓഫറിൽ ഉള്ളതായതുകൊണ്ട് 5000-നൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൊ ഇത് നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വന്നത്? അപ്പൊ എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല? അപ്പൊ ഞാൻ ഡൗട്ട് അടിച്ച ഞാൻ പറഞ്ഞു എന്നെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല മാം ഞങ്ങൾ അങ്ങനല്ല പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസ്കഷൻ മൊത്തത്തിൽ സ്റ്റാഫുകൾ തമ്മിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഫേസ് ചെയ്തപ്പോൾ എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടായ? എനിക്ക് ഫസ്റ്റ് ഭയങ്കരമായിട്ട് എരിയുന്ന പോലെ, ഭയങ്കര നീറ്റല് പോലെ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുകച്ചില് പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ അത് ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സ്കിൻ അലർജി ഉള്ള ആളാണോ? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഡോക്ടറെ കണ്ടപ്പോൾ എന്താ പറഞ്ഞു? ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്താണ് നമ്മൾ ഇത് യൂസ് ചെയ്തത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ചോദിച്ചു എന്താ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എനിക്കും അതിനെ പറ്റിയിട്ട് എന്താണ് യൂസ് ചെയ്തതെന്നൊന്നും പറയാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നടന്നിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസം ആവുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇന്നാണ് ഇപ്പം അത്യാവശ്യം ബെറ്റർ ആയിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് പോലും ഇന്നാണ്. ഇതുവരെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനോ ഓഫീസിൽ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. പാർലറെ അറിയിച്ച സമയത്ത് അവര് പറയുന്നത് എനിക്ക് അലർജി ആണ് എന്നാണ്. ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു മെഡിസിൻ ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു മെഡിസിൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അവര് പോലും ജസ്റ്റ് നമ്മളെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഇതിനു മുമ്പും ഫേഷ്യൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പോലും ഇവർ എന്തെങ്കിലും ഒരു പാക്ക് ഇടുന്ന സമയത്ത് അതിന്റെ ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് അവരൊന്ന് ജസ്റ്റ് നോക്കിയിട്ടായിരിക്കും ഇടുന്നത്. അപ്പൊ നമുക്ക് അലർജി ഉണ്ടോ ഇല്ല ഒന്നും അവര് ചെയ്തിട്ടില്ല. ഇവര് നമ്മള് ഇങ്ങനൊരു കാര്യം നമ്മള് പരാതി പറഞ്ഞ സമയത്ത് ഇവര് അവിടുന്ന് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അലർജി ആണോ എന്നാണ് ചോദിക്കുന്നത്. ഒരാൾക്ക് ഇത് കൊല്ലം കടപ്പാക്കട നമ്മുടെ ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് നാച്ചുറൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ പേരുണ്ട്. എത്രയാണെന്ന് അറിയില്ല. ഇവരെന്നിട്ട് ചെന്നിട്ട് നമ്മളെ കൊണ്ട് ബലമായിട്ട് റിവ്യൂസ് എഴുതിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കടന്നു ചെന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുകയായിരുന്നു. ഒന്നും നടത്തിയിട്ടില്ല. ഒന്നും നടത്താതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത് ചെയ്ത ഉടനെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ നല്ല റെഡിഷ് ആയി. അപ്പൊ ഇവര് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ എന്റെ വിചാരം ഇത് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെയാണ്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ ഐസ് ക്യൂബ്സ് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് എനിക്കങ്ങ് ഭയങ്കര നീറ്റല്. എനിക്ക് പിന്നെ രാത്രിയൊക്കെ എനിക്കങ്ങ് ടെൻഷൻ. ഒന്നാമത് മുഖമാ പൊള്ളുന്ന പോലെ മുഖമായി. അപ്പോഴത്തേക്കും എനിക്ക് എന്തോ വേണോന്ന് അറിയത്തില്ല.
ഇത് പിന്നെ ഡോക്ടറെ കണ്ട് സ്കിന്നിന്റെ സ്കിൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇപ്പം എന്റെ സ്കിൻ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ആന്റിബയോട്ടിക് ആണോ തന്നേക്കുന്നത്? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് കുറവുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു സഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഓഫീസിലും പോകുന്നില്ല. അപ്പൊ ഇന്നാണ് ഞാൻ പറഞ്ഞില്ലേ പുറത്തായിട്ട് ഇറങ്ങുന്നത് ഇന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളെ പോലുള്ള ആളുകൾ പ്രതികരിക്കാൻ തരാം. സാധാരണ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഒരു നാണക്കേടുകൂടെ മറച്ചു വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് പ്രതികരിച്ചു, സമൂഹത്തിൽ മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? ഞാനിപ്പം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ പരാതി രജിസ്റ്റർ ചെയ്തിട്ട്. ഇതുവരെ എന്നെ കോൾ ചെയ്തിട്ടൊന്നും ഇല്ല. എനിക്കറിയില്ല. ഓൺലൈനായിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം, ഡയറക്റ്റ് എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് തിരക്കിയപ്പോൾ ഡയറക്റ്റ് കൊല്ലത്ത് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടം വരെ പോകാനുള്ള ഫേസ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒന്നാം നാൾ ഇറങ്ങുമ്പോഴേ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി. അത് പിന്നെ ഓരോ പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെയാണ് ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കരമായ വിഷമമാണ്. ഒന്നാമത് ഫേസ് ആണ്. ഫാമിലി എന്താ പറഞ്ഞു ഈ വിഷയത്തിൽ? ഫാമിലി സപ്പോർട്ടാണ്, ഉറപ്പായിട്ടും ഒരു സപ്പോർട്ടാണ്. എനിക്ക് ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നാളെ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും എനിക്കതൊന്നും ഒരു വിഷയമില്ല. ഞാൻ മാക്സിമം ഇതിനെതിരെ പ്രതികരിക്കും. പ്രിയമുള്ള പ്രേക്ഷകരെ, മലയാളി പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്. പക്ഷേ മലയാളികൾക്ക് പലപ്പോഴും ഇത്തരം ചതിക്കുഴിയിൽ പെടാറുണ്ട്. അതിങ്ങനെ ഒരു പെട്ട ആളാണ് ദിവ്യ. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗമായി ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആന്റിബയോട്ടിക്കുകളോ മറ്റു ഇഞ്ചക്ഷനുകളോ കൊടുക്കുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് നടത്തും, അലർജിയോ മറ്റു കാര്യങ്ങൾക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അവർ ചെയ്തത്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ, അത് പ്രത്യേകിച്ച് മുഖത്താണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലെ സ്കിന്നൊക്കെ ഫേഷ്യൽ ഒന്ന് പരിശോധിച്ച ശേഷമാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അത്ര കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് മുഖത്തേക്ക് ഫേഷ്യൽ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അലർജി ഉണ്ടാകുകയും മുഖമൊക്കെ ചുമന്നു തൊടുക്കുകയും കുരുവൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം. ആ വിഷയത്തിൽ ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ ഇപ്പോൾ 2-3 ദിവസമായി ആ കുട്ടിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സാധാരണ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ യുവാക്കളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ മടി കാണിക്കും. പക്ഷേ യാതൊരു മടിയുമില്ലാതെ മറ്റൊരാൾക്കും ഇനി ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദിവ്യ ഇത്തരത്തിലുള്ള കാര്യമായി വാർത്ത 24ന്റെ മുന്നിലേക്ക് കടന്നു വന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിരവധിയായ ബ്യൂട്ടി പാർലറുകളുണ്ട്, ലൈസൻസ് ഉള്ളവയും ഇല്ലാത്തവയുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ രീതിയിൽ പരിശോധിക്കുവാനും അതുപോലെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഭരിക്കുന്ന അധികാരികളും അതുപോലൊപ്പം തന്നെ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പും ഒക്കെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് കുട്ടിക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തുണ ആപ്പ് വഴിയാണ് ഇപ്പം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതെന്ന് അറിയാൻ സാധിച്ചു. അവിടെ നിന്ന് എത്ര ദിവസമായി? 2 ദിവസം. 2 ദിവസത്തോളമായി അവർ യാതൊരു വിധമായ റെസ്പോണ്ടും ഇപ്പോഴേ ഈ അവസരത്തിൽ പോലും കൊടുത്തില്ല എന്നുള്ളതും വളരെ നിരാശാജനകമാണ്. അപ്പോൾ ഇത്തരം പാർലറുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് വാർത്ത 24 പറയാനുള്ളത്. ഇതിന്റെ നിജസ്ഥിതി എന്തായാലും വെളിയിൽ കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പോലീസിന്റെയും അധികാരികളുടെയും നിയമത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ കൊല്ലത്ത് നിന്നും ക്യാമറാമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.